നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ദൃശ്യ വോട്ടർമാരോട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുന്ന പരിപാടി ദൃശ്യ മുബാറക്കിൻ്റെ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഈ പരിപാടിയിലേക്ക് ഇന്ന് സ്വാഗതം. നിങ്ങൾക്ക് ഏവർക്കും. ഇന്നത്തെ അതിഥി അബ്ദുല്ലച്ച എന്ന അദ്ദീൻ ഷാ, അദ്ദേഹത്തെ കാണാം. അപ്പോൾ ഇന്നത്തെ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. 13-ാം വാർഡിലെ അബ്ദുല്ലച്ച, നമ്മളെ കോളിയടക്കക്കാരുടെ പ്രിയപ്പെട്ട അബ്ദുല്ലച്ച, മയൽ കമ്മിറ്റി അംഗം. മയൽ കമ്മിറ്റി കുറേ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട് കോളിയടക്കം. അപ്പോൾ ഈ വാർഡിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്? 13-ാം വാർഡിൽ എന്നല്ല, ഞാൻ ഇലക്ഷനിൽ തന്നെ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരെയും നമ്മുടെ പാർട്ടിൻ്റെയും നിർബന്ധമാണത്. കാരണം വേറൊരു സ്ഥാനാർത്ഥിയെ അവർ ആരും തന്നെ വേറെ പേര് നിർദ്ദേശമില്ല. 100% ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തതായിട്ടാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പാർട്ടിൻ്റെ നേതൃത്വത്തിൻ്റെ നേതൃത്വം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് ഏൽക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ളൊരു സ്നേഹവും വിശ്വാസമാണുള്ളത്. കാരണം നാട്ടുകാരെന്ന് പറയുമ്പോൾ അണിഞ്ഞ കോളിയെടുക്കാൻ ഭാഗത്ത് അവരുമായിട്ട് എല്ലാ മതവിഭാഗം, എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ഒരു ബന്ധമാണ് എൻ്റെത്. അപ്പോൾ ഈ നാടുമായിട്ടൊരു അലിഞ്ഞു ചേർന്ന് എന്ന് തന്നെ പറയാം. കാരണം പല ആളുകളായിട്ടും നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളായിട്ടും നല്ലൊരു സ്നേഹബന്ധം നിലനിർത്തിയതിൻ്റെ പേരിലാണ് എന്നെ ഇപ്പോൾ ഈ ഒരുപാട് സഖാക്കന്മാരൊക്കെ ഉള്ള, അതായത് ഒരു CPM-ൻ്റെ തറവാടെന്ന് വിശേഷിപ്പിക്കാം. കാരണം ഈ അണിഞ്ഞ 13-ാം വാർഡ് എന്ന് പറയുമ്പോൾ സാധാരണയുള്ള ഒരു പാർട്ടി കേന്ദ്രം പോലെ അല്ല. CPM എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു തറവാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെരുമ്പളയൊക്കെ അതൊക്കെ CPM-ൻ്റെ ഒരു കുത്തകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഇന്നത്തെ പോലുള്ള ഒരു സൗകര്യങ്ങളോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്, അതല്ലെങ്കിൽ വീട്, AC, കാറ് സൗകര്യമുള്ള കാലം ഇന്ന് ആണെങ്കിലും അന്നത്തെ പഴയ സഖാക്കന്മാർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് പട്ടിണി കിടന്നിട്ടൊക്കെ കെട്ടിപ്പടുത്തൊരു പ്രസ്ഥാനമുണ്ട്. അപ്പോൾ ഒരു പാർട്ടിൻ്റെ മാത്രം ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല, എന്നെ നാട്ടുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിൽക്കുന്നുള്ളതും എന്നെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ പാർട്ടിക്കാർ പ്രത്യേകിച്ച് ഒരു പാർട്ടി മെമ്പർ എന്ന നിലക്കാണ് മേൽ കമ്മിറ്റിൻ്റെയൊക്കെ തീരുമാനപ്രകാരം ഒരുപാട് സഖാക്കളൊക്കെ ഇവിടെ നേതാക്കന്മാരും സഖാക്കളൊക്കെ ഉള്ള ഒരു പാർട്ടിൻ്റെ ഒരു സ്ഥാനത്തേക്ക് ഈ 13-ാം വാർഡിൽ മത്സരിക്കാൻ വേണ്ടി എന്നെ നിയമിച്ചത് പാർട്ടിക്ക് എന്നോടുള്ള സ്നേഹവും വിശ്വാസവും അത് പൂർണ്ണമായി ഞാൻ അത് നിർവഹിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ജയിച്ചാൽ നിങ്ങൾക്ക് വോട്ട് നിന്ന് ജയിപ്പിച്ച വോട്ടർമാർക്ക് നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്നിൽ നിന്ന് വോട്ട് ചെയ്തവർക്കും ഇനി ചെയ്യാത്തവരുണ്ടെങ്കിലും ഞാൻ അവരെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ആര് വോട്ട് ചെയ്താലും ഇപ്പോൾ ആര് വോട്ട് ചെയ്തു എന്നുള്ളതല്ല വിഷയം. എന്നെക്കൊണ്ട് കഴിയുന്ന ഈ കാലം വരെ ഞാൻ ഏത് രീതിയിലാണോ നാട്ടുകാരായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചത് ആ രീതിയിൽ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന, ഇപ്പോൾ എനിക്കിപ്പോൾ ചിലപ്പോൾ തുച്ഛമായ ശമ്പളമായിരിക്കും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത്. എന്നിരുന്നാലും അതിൻ്റെ ഒരു വിഹിതം കൂടി ഞാൻ നാട്ടിന് വേണ്ടി ചിലവഴിക്കണം. അതിപ്പോൾ ലൈറ്റിൻ്റെ കാര്യത്തിലോ മറ്റോ വലിയൊരു തുക നമുക്ക് ചിലവഴിക്കാനുള്ള വലിയൊരു സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും എൻ്റെ ഒരു വിഹിതം ഞാൻ നാട്ടിന് വേണ്ടി, എൻ്റെ വാർഡിന് വേണ്ടി, അതല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇതുവരെ സേവനം നടത്തിയ അതേ രീതിയിലായിരിക്കും ഇനി ഭാവിയിലും ഞാനത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ നാട്ടുകാരായ വോട്ടർമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളെ ഒക്കെ വിശ്വാസത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായി നിന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി നല്ല സഹായ സഹകരണത്തോടെ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം. നമ്മളെ നാട്ടിന് വേണ്ടി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ സ്വന്തം കാര്യം മാത്രമല്ല, നമ്മളെ നാടിൻ്റെ എല്ലാ മേഖലയിലും എന്തൊക്കെ വികസനം നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ കൂട്ടായി ഒരുമിച്ച് നിന്നും കൊണ്ട് നമുക്ക് ആ വികസനവും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കണം.